പൊറോട്ട നന്നായിട്ട് വീശി അടിച്ച് കല്ലിൽ ചൂടോടുകൂടി ലൈവായിട്ട് തയ്യാറാകുന്നു. കല്ലിൽ നിന്ന് എടുത്ത ആ പൊറോട്ടയൊക്കെ അടിച്ച് സോഫ്റ്റ് ആക്കിയിട്ട് ഇതേ നല്ല സോഫ്റ്റ് പൊറോട്ട ഇവിടെ തയ്യാറായി. മസാല മിക്സ് ചെയ്ത് വെച്ച മാവിൽ മുക്കിയിട്ട് ലൈവായിട്ട് ചൂടോടുകൂടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ചിക്കൻ ഫ്രൈ. നല്ല ലുക്കായിട്ടുള്ള ഈ ചൂട് ചിക്കൻ ഫ്രൈ കണ്ടിട്ട് തന്നെ കൊതിയാവുന്നില്ലേ ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. കുരുമുളകിന്റെ ഫ്ലേവറുള്ള ആവി പറക്കുന്ന ബീഫ് റോസ്റ്റ്, ബീഫ് കറി, ചിക്കൻ കറി, 1 കിലോ ബീഫ് റോസ്റ്റിന്റെ കൂടെ 1 കിലോ പൊറോട്ട ഫ്രീ, 1 കിലോ ചിക്കൻ ഫ്രൈയുടെ കൂടെ 1 കിലോ പൊറോട്ട ഫ്രീ. ഇനി വേറെ എന്ത് വേണോ അല്ലേ? നല്ല ഉഗ്രൻ കോംബോ അല്ലേ? രക്ഷയില്ല, സാധ്യ ടേസ്റ്റ് ആണ്, ഗംഭീര ടേസ്റ്റ് ആണല്ലേ മോളെ. മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം. വെൽക്കം ബാക്ക്. വൈബ്രന്റ് വിജയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യത്യസ്ത തരത്തിലുള്ള രുചികളൊക്കെ തേടിയുള്ള രുചി യാത്രയിൽ ഇന്നൊരു കിടിലൻ വെറൈറ്റി സ്പോട്ടിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കിലെ ബോർഡ് കണ്ടാൽ മനസ്സിലാവും, പൊറോട്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വികാരമാണ്, പ്രത്യേകിച്ച് മലയാളികൾക്ക്. അപ്പോൾ നല്ല അടിപൊളി പൊറോട്ടയുടെയും ബീഫ് റോസ്റ്റിൻ്റെയും പൊറോട്ടയുടെയും ചിക്കൻ ഫ്രൈഡേയും ഒക്കെ കോംബോ കിട്ടുന്ന കിടിലൻ സ്പോട്ടിലാണ് വന്നിരിക്കുന്നത്. അധികം സംസാരിച്ച് ഞാൻ നിൽക്കുന്നില്ല. എന്തായാലും നമുക്ക് അകത്ത് ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണുമ്പോൾ പോവാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രവാസി തട്ടുകട. ഇവിടെയാണ് 1 കിലോ ചിക്കൻ ഫ്രൈയുടെ കൂടെ 1 കിലോ പൊറോട്ട ഫ്രീ, അതുപോലെ 1 കിലോ ബീഫ് റോസ്റ്റിന്റെ കൂടെ 1 കിലോ പൊറോട്ട ഫ്രീ. കടയുടെ ലൊക്കേഷൻ കൊല്ലം പള്ളിമുക്ക് ജംഗ്ഷൻ വൈറ്റ് സ്പോട്ട് ഒക്കെ കഴിഞ്ഞിട്ട് നേച്ചർ ലൈറ്റിന്റെയും ട്രാവൽ പീക്കിന്റെയും നേരെ ഓപ്പോസിറ്റ്. പൊറോട്ട നന്നായിട്ട് വീശി അടിക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. ചൂട് കല്ലിൽ ലൈവായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന നല്ല ഫ്രഷ് പൊറോട്ട, കല്ലിൽ നിന്നും ചൂടോടുകൂടി എടുത്ത പൊറോട്ട കൈവച്ച് അടിച്ച് നല്ല സെറ്റാക്കി സോഫ്റ്റ് ആക്കിയിട്ട് ഇവിടെ വെച്ചു. എന്തുമാത്രം പൊറോട്ടകളാണല്ലേ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. നമസ്കാരം ചേച്ചി. ചേച്ചിയുടെ പേരെന്താണ്? ചേച്ചിയും ചേട്ടനും മോനും ചേർന്നിട്ടാണ് ഈ സ്ഥാപനം നടത്തുന്നത്. അപ്പോൾ ചേച്ചി ഇപ്പോൾ തയ്യാറാക്കാൻ പോകുന്ന എന്ത് വിഭവമാണ്? ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചേച്ചി ഇവിടെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ചേച്ചി ജസ്റ്റ് പുഴുങ്ങി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് ചേച്ചി ചെയ്യേണ്ടത്? ഇനി മസാല ആക്കണം. മിക്സ് ചെയ്ത് കലക്കി ഇതാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ ചേച്ചി പുഴുങ്ങി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ ഈ ഒരു മസാലയിൽ ഇട്ടിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ വെറൈറ്റി മസാലയൊക്കെ ചേർത്തിട്ടാണ് അല്ലേ ചേച്ചി തന്നെ വീട്ടിൽ തയ്യാറാക്കുന്നത്? അതായത് ചേച്ചി പറഞ്ഞു വരുന്നത് യാതൊരു തരത്തിലുള്ള പ്രിസർവേറ്റീവോ കളറോ ഒന്നും ചേർക്കാതെ ചേച്ചി തന്നെ വീട്ടിൽ തയ്യാറാക്കിയ മസാല ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഇത് ചേച്ചി തന്നെ വീട്ടിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ പൊടിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അതിന് നമ്മൾ മുക്കിയിട്ട് അത് ഫ്രൈ ചെയ്യാം, ചിക്കൻ ഫ്രൈ. അതിന് വേണ്ടിയിട്ട് ഇവിടെ എണ്ണ ഇപ്പോൾ കറക്റ്റ് പരുവത്തിന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ചേച്ചി അതിൽ ഓരോ ചിക്കൻ്റെ കഷ്ണങ്ങളാണ് ലൈവായിട്ട് ചൂടോടുകൂടി നമുക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ആവി പറക്കുന്ന ഒരു പരുവത്തിൽ ഓരോ ചിക്കൻ്റെ പീസും അതിനകത്ത് ചേച്ചി ഇടുമ്പോൾ അതിങ്ങനെ ആ എണ്ണ തിളച്ച് വരുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയില്ലേ. ഇത് കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് കൊതിയാവുന്നില്ലേ ഇവിടെ വന്നിട്ട് ഈ വിഭവങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ? ചേച്ചിയുടെ ആ ഒരു കൈപ്പുണ്യമൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ചക്കിലാട്ടിയ എണ്ണ ഉപയോഗിച്ചിട്ടാണ് അല്ലേ ചേച്ചി എല്ലാ വിഭവങ്ങളും തയ്യാറാക്കുന്നത്? അതും ചേച്ചി പറഞ്ഞ പോലെ ആദ്യത്തെ ഫസ്റ്റ് എണ്ണയാണ് യൂസ് ചെയ്യാറില്ല. കാരണം ചക്കിലാട്ടിയ എണ്ണയൊന്നും ഒരിക്കലും അത്രയും കഷ്ടപ്പെട്ടിട്ടൊന്നും ആരും ചെയ്യത്തില്ല ഇപ്പോഴത്തെ കാലത്ത്. എല്ലാവരും മായം തികഞ്ഞ ആഹാരമല്ലേ എല്ലാ സ്ഥലത്തും. അത് വലിയൊരു ഭാഗ്യമാണ്. ചേരത്തില്ല, സത്യം ചേച്ചി. അത് ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ചേച്ചി. യാതൊരു പ്രിസർവേറ്റീവ്. പിന്നെ ബിരിയൻ മുളക് പൊടിയുടെ അല്ലേ ചേച്ചി? ചേച്ചി പറഞ്ഞു വരുന്നത് ഈ ഒരു മസാലയ്ക്കകത്ത് വരുന്ന കളറ് ബിരിയൻ മുളക് പൊടിയില്ല, അതായത് കാശ്മീരി ചില്ലിയുടെ കളർ എന്നാണ്. ചിക്കൻ പൊരിച്ചാലും ഈ മഞ്ഞ തന്നെ വരും. ചിക്കൻ പൊരിച്ചെടുത്താലും മഞ്ഞ കളറാണ്. അത് കറക്റ്റ് ആ ഒരു മഞ്ഞ കളറാണ്. കളറില്ലാത്തത് കൊണ്ടാണ് ഈ മഞ്ഞ തന്നെ നിൽക്കുന്നത്. ഇനി അതിലേക്ക് കറിവേപ്പില ചേർക്കും അല്ലേ ചേച്ചി? ചേച്ചി ഈ കറിവേപ്പില ചേർക്കുന്നതിന്റെ മെയിൻ ഒരു കാരണം എന്താണ്? ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി. അതിലേക്ക് കുറച്ച് ചില്ലി പൗഡറും കൂടി ചേച്ചി ചേർത്തിട്ടുണ്ട്. മേത്തി ഇല, കസൂരി മേത്തിയുടെ കുറച്ച് ഇലയും ചേച്ചി അതിലേക്ക് ചേർത്തിട്ടുണ്ട്. 5 മിനിറ്റിനകം ഇനി കോരും അല്ലേ ചേച്ചി? എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഫുള്ള് സെറ്റായിട്ടുണ്ട്. കറിവേപ്പിലയുടെയും കസൂരി മേത്തിയുടെയും ഒക്കെ ആ ഒരു മണം നല്ല രീതിയിൽ വരാൻ തുടങ്ങി. ഇനി കോരുവാണല്ലേ ചേച്ചി? നൈസായിട്ടില്ലേ? ലുക്കായിട്ടില്ലേ?
ചൂടായിട്ട് ലൈവായിട്ട് ഫ്രഷ് ആയിട്ട് വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്രൈ. അടുത്ത എന്തൊക്കെയാണ് ചേച്ചി വിഭവം? ബീഫ് റോസ്റ്റ്. അപ്പൊ ബീഫ് റോസ്റ്റിന് എന്താണ് ചേച്ചി നമ്മുടെ വെറൈറ്റി ആയിട്ട് വരുന്നത്? നമ്മൾ സവാള കുറച്ച് നല്ല കണക്കൊന്ന് വഴറ്റിയിട്ടാണ് ചെയ്യുന്നത്. കുക്കറിനകത്ത് ബീഫ് മാത്രം വേവിച്ചിട്ട് സവാള നല്ല വഴറ്റി, സവാള നല്ല രീതിയിൽ വഴറ്റിയെടുക്കും അല്ലേ ചേച്ചി? മസാലയൊക്കെ ഇട്ട് മസാലയൊക്കെ ചേർത്തിട്ട് മുളക് പൊടിയും മസാലയൊക്കെ കറക്റ്റായിട്ട് പാകത്തിന് ചേർത്തിട്ട്, പിന്നെ ചേച്ചി നേരത്തെ ചിക്കൻ ഫ്രൈയിൽ ചേർത്ത പോലെ കറിവേപ്പിലയൊക്കെ കുരുമുളകോ ചേച്ചി? കുരുമുളകൊക്കെ നന്നായിട്ട് ആ ഒരു ഫ്ലേവർ നന്നായിട്ട് വരുന്നുണ്ട് ചേച്ചി. ഈ ഒരു ബീഫ് റോസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫുള്ളായിട്ടുള്ളൊരു ഗ്രേവി അല്ല, റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കുറുകിയിട്ടുണ്ട് ആ ഒരു ബീഫ്. അതിൽ ആ ഒരു മസാലക്കകത്തൊക്കെ ചൂടോടുകൂടി നന്നായിട്ട് കുറുകിയിട്ടുള്ളൊരു ബീഫാണ്. മാത്രമല്ല അതിൽ നല്ല ക്വാണ്ടിറ്റി കുരുമുളകും കറിവേപ്പിലും ഒക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് ആ ഒരു ഫ്ലേവർ വരുന്നുണ്ട്. ഈ ഒരു ബീഫ് നമ്മൾ ഉള്ളിയും ബീഫുമായിട്ട് കുക്കറിൽ വേവിച്ചിട്ട്, അപ്പോൾ ചേച്ചി ജസ്റ്റ് ഒന്ന് പ്രഷർക്ക് വേണ്ടിയിട്ട് ആ ഒരു കൊഴുപ്പാണ് ആ മേടി നിൽക്കുന്നത്. വെളിച്ചെണ്ണയ്ക്കകത്താണ് നമ്മൾ ചെയ്യുന്നത്. വെളിച്ചെണ്ണയ്ക്കകത്താണ് ചേച്ചി ഈ ഒരു ബീഫ് കറിയും തയ്യാറാക്കുന്നത്. പിന്നെ ആ ഒരു ബീഫിന്റെ ആ ഒരു ഫാറ്റ് ഇല്ലേ, ആ ഒരു കൊഴുപ്പാണ് ചേച്ചി പറയുന്നത്. ഈ ഒരു മേളിൽ ഇങ്ങനെ ഒരു പാടയായിട്ടാണ് നിൽക്കുന്നത്. കോംബോ ഓഫർ, അതായത് 1/2 കിലോ ബീഫ് റോസ്റ്റിന്റെ കൂടെ 1/2 കിലോ പൊറോട്ട, 1/2 കിലോ ചിക്കൻ ഫ്രൈയുടെ കൂടെ 1/2 കിലോ പൊറോട്ട. അപ്പോൾ ആ ഒരു കോംബോ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ എന്താണ് ചേച്ചി വില? അത് എത്ര പേർക്ക് ഒരു ഫാമിലിയിൽ കഴിക്കാൻ പറ്റും ചേച്ചി? 3-4 ഒരു ഫാമിലിയിൽ ഇപ്പോൾ ഒരു 2 മക്കളും അച്ഛനും അമ്മയും എല്ലാം കാണത്തുള്ളൂ. അതെ, 4 പേര്, 1-2 പേരും കൂടെ കാണും. 6 പേർക്ക് കുശാലായിട്ട് ഉഷാറായിട്ടും കഴിക്കാൻ പറ്റും ചേച്ചി. 380 രൂപയ്ക്ക് നമുക്ക് ഇപ്പോഴത്തെ കാലത്ത്, അതും യാതൊരു മായം ഒന്നും ചേർക്കാതെ ഈ ഒരു വിലയിൽ, അതെ കളറും പ്രിസർവേറ്റീവും ഒന്നും ചേർക്കാതെ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും ലൈവായിട്ട് ചൂടോടുകൂടിയാണ് ചേച്ചിയും എല്ലാവരും കൂടെ ഇവിടെ ചേർത്തിട്ട് തയ്യാറാക്കുന്നത്. അപ്പം അത്രയും വിശ്വസിച്ച് നമുക്ക് ഇവിടുത്തെ ഓരോ വിഭവങ്ങളും ട്രൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ചേച്ചി അതിൻ്റെ കൂടെ എക്സ്ട്രാ 2-3 വിഭവങ്ങളും കൂടി ഗ്രേവി ഉണ്ടല്ലേ ചേച്ചി? ഗ്രേവി എന്ന് പറയുമ്പോൾ ചേച്ചി ഇതായി ഒരു ചിക്കൻ കറി ഗ്രേവി, ചിക്കൻ കറിയുടെ ഗ്രേവി, പിന്നെ ഒരു ചമ്മന്തി, സാധാരണ ഗ്രേവി, സലാഡും. അപ്പൊ അതും കൂടി ഈ കോമ്പോയുടെ കൂടെ നമ്മൾ കൊടുത്തു വിടും അല്ലേ ചേച്ചി? വെജിറ്റേറിയൻ വിഭവങ്ങൾ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് വെജിറ്റേറിയനും ഉണ്ട് അല്ലേ ചേച്ചി? മെയിൻ ആയിട്ട് വരുന്ന കടലക്കറിയും കിഴങ്ങ് കറിയാണ്. അപ്പോൾ ചേച്ചി ആദ്യമേ കാണിക്കുന്നത് ഇതിപ്പം കിഴങ്ങ് കറിയാണ് അല്ലേ ചേച്ചി? ഓ, തേങ്ങാപ്പാല്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കുമ്പോൾ വേറെ ലെവലായിരിക്കും ചേച്ചി ടേസ്റ്റ്. പിന്നെ കടലക്കറി ഉണ്ട് അല്ലേ ചേച്ചി? കടലക്കറിയിൽ വരുന്നത് വെള്ളക്കടലയാണ് അല്ലേ ചേച്ചി? വെള്ളക്കടലയുടെ കടലക്കറിയാണ്. അതിലും നല്ല തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ട്. ചേച്ചി നേരത്തെ പറഞ്ഞ ആ ഒരു എക്സ്ട്രാ നമുക്ക് ആ ഒരു കോംബോയിൽ കൊടുക്കുന്ന ഗ്രേവിയാണ്. ഇത് ചിക്കൻ കറിയാണ്. ഇത് ചിക്കൻ കറിയാണ്. അതിൽ നിന്നുള്ള കുറച്ച് ഗ്രേവിയാണ് നമ്മൾ ഇതിന്റെ കോംബോയിൽ വെക്കുന്നത്. ഈ കഴുത്തും ഈ കുടലും ഒക്കെ ഇത് ഗ്രേവിക്കകത്തിട്ടാ വെക്കും. ഓ, ഇത് നമ്മുടെ സാധാരണ ഗ്രേവി അല്ലേ ചേച്ചി? ഇതിനകത്ത് നമ്മൾക്ക് ഈ ചിക്കന്റെ കഴുത്തും കുടലും ഒക്കെ ചേർത്തിട്ട് ഇതൊക്കെ ഇതിനകത്താണ്. 1/2 കിലോ ബീഫ് റോസ്റ്റിന്റെ കൂടെ 1/2 കിലോ പൊറോട്ട ഫ്രീ, 1/2 കിലോ ചിക്കൻ ഫ്രൈയുടെ കൂടെ 1/2 കിലോ പൊറോട്ട ഫ്രീ. ഈ 2 കോംബോയിൽ വരുന്ന ബീഫ് റോസ്റ്റ് ആണെങ്കിലും ചിക്കൻ ഫ്രൈ ആണെങ്കിലും പൊറോട്ട ആണെങ്കിലും കറക്റ്റ് ആ ഒരു തൂക്കം തൂക്കി നോക്കിയിട്ട് അതനുസരിച്ചിട്ടാണ് പാഴ്സലായിട്ട് കൊടുത്തു വിടുന്നത്. അപ്പോൾ പ്രവാസി തട്ടുകടയിൽ പോയിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ടുള്ള പാഴ്സലൊക്കെ വാങ്ങിച്ചു. 2 വെറൈറ്റി ആയിട്ടുള്ള പാഴ്സലാണ് വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സ്ഥല സൗകര്യം ഇല്ല, കുറച്ച് സൗകര്യക്കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന ലിനമോളുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് 2 പേർക്കും, ഞാനും ലിനമോളും കൂടെ ഈ വിഭവമൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ ടേസ്റ്റ്. ഈ 2 കോംബോയിലും വരുന്ന 1/2 കിലോ ഫ്രീ പൊറോട്ട എന്ന് പറയുമ്പോൾ ഏതാണ്ട് 10 പൊറോട്ടകൾ വരും. ചിക്കൻ ഫ്രൈയുടെ കാര്യം പറയുമ്പോൾ എടുത്ത് ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ അതിനകത്ത് വരുന്ന ഒരു ഹെവി ക്വാണ്ടിറ്റി ആണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോംബോ എന്ന് പറയുമ്പം ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പിന്നെ ബീഫ് റോസ്റ്റും നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഈ കോംബോയിൽ എക്സ്ട്രാ ആയിട്ട് തന്നുവിടുന്ന ഗ്രേവിക്കും നല്ല രീതിയിൽ കട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കോംബോയിൽ വരുന്ന ഓരോ വിഭവങ്ങളും ഓരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഫസ്റ്റ് 2 പൊറോട്ട എടുത്ത്
അതിന്റെ കൂടെ ഗ്രേവിയും പിന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ബീഫ് റോസ്റ്റും വലിയൊരു പീസ് ചിക്കൻ ഫ്രൈയും എടുത്തു. തീർന്നിട്ടില്ല, ഇനി അതിന്റെ കൂടെ കുറച്ച് സവാള കഷ്ണങ്ങളും ചേർത്ത് നമുക്കൊന്ന് പിടിപിടിച്ച് നോക്കണ്ടേ. എന്തായാലും ആ സവാളയൊക്കെ ഒരു ചിക്കൻ ഫ്രൈയുടെ മേളിൽ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം ആദ്യം അല്ലേ. വിഭവങ്ങൾ ഓരോന്നോരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കി. ആദ്യം തന്നെ പൊറോട്ട വളരെയധികം സോഫ്റ്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ല മയം ഉണ്ടായിരുന്നു. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിൽ അത്രയ്ക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ബീഫ് റോസ്റ്റ് നല്ല രീതിയിൽ കുറുകിയിട്ടുണ്ടായിരുന്നു. ബീഫൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് കുക്ക്ഡ് ആയിട്ടുണ്ടായിരുന്നു. കുരുമുളകിന്റെയും മേത്തിയുടെയും ടേസ്റ്റും ഫ്ലേവറും ഒക്കെ നന്നായിട്ട് അറിയുന്നുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഫ്രൈ നല്ല ഉഗ്രൻ ഗംഭീര വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു. അതിനകത്ത് വരുന്ന ആ ഒരു പൊടിയാണ് ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം. ചിക്കൻ ഫ്രൈ പുറത്ത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് അകത്ത് നല്ല സോഫ്റ്റ് ആയിരുന്നു. ലിനമോളുടെ ഫസ്റ്റ് വ്ളോഗാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ. തീർച്ചയായിട്ടും എൻ്റെ സ്വന്തം അനിയത്തിക്കുട്ടിയാണ്. വീണമോളുടെ ഏറ്റവും അടുത്തൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്. കൊല്ലം SN വിമൻസ് കോളേജിൽ BA ഹിന്ദിക്ക് ഫൈനൽ ഇയർ പഠിക്കുന്ന സ്റ്റുഡൻ്റ് അല്ലേ മോള്. പിന്നെ അത് കൂടാതെ അസാധ്യമായിട്ടുള്ള അടിപൊളിയായിട്ട് മിമിക്രി ഒക്കെ ചെയ്യും. വേറെ ലെവലാണ്. നല്ലൊരു വളർന്നു വരുന്ന നല്ല കഴിവുള്ള അടിപൊളി കലാകാരിയാണ്. മോൾക്ക് സ്വന്തമായിട്ടുള്ളൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് എൻ്റെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും ആ ഒരു മോളുടെ യൂട്യൂബ് ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മോള് 2 TV ഷോസിൽ വന്നിട്ടുണ്ട്. ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഹൈലൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിരി ബമ്പർ ചിരി. ഏത് ചാനലിലാണ് മോളെ? മഴവിൽ മനോരമ TVയിൽ ഒരു ചിരി ബമ്പർ ചിരിക്കകത്ത് നമ്മുടെ മഞ്ജു പിള്ള മാമിൻ്റെ കൂടെയും സാബു മോൻ സാറിൻ്റെയും കൂടെ അവരുടെ മുമ്പിൽ ലൈവായിട്ട് അടിപൊളിയായിട്ട് മിമിക്രി ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം മോള് സെറ്റല്ലേ? തീർച്ചയായിട്ടും എൻ്റെ ചാനൽ മാത്രമല്ല ലിനക്കുട്ടിയുടെ ചാനലിൻ്റെ ലിങ്കും ഞാൻ എൻ്റെ വീഡിയോ താഴെ തരുന്നതായിരിക്കും. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. കട്ട സപ്പോർട്ടായിരിക്കണം എല്ലാവരുടെയും. അപ്പം മോളെ നമുക്ക് ഓരോന്ന് ട്രൈ ചെയ്തിട്ട് റിവ്യൂ പറഞ്ഞാലോ? ലിന എങ്ങനെയുണ്ട് ടേസ്റ്റ്? ട്രൈ ചെയ്ത് നോക്കി. വേറെ ലെവൽ ടേസ്റ്റ് ആണ്. സോ ഇറ്റ്സ് എ മസ്റ്റ് ട്രൈ ആണ് ഗൈസ്. ബിക്കോസ് ഈ ബീഫ് തന്നെ കണ്ടില്ലേ, നമ്മുടെ കുരുമുളകിൻ്റെ ഒക്കെ അടിപൊളി മസാലയാണ്. വായി വെക്കുമ്പോൾ തന്നെ അത്യുഗ്രം, പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ ഈ ചിക്കൻ ഫ്രൈ, അയ്യോ അവരുടെ മസാല കൂട്ട് ഒരു രക്ഷയില്ല ഗൈസ്. അതിനകത്ത് ആ ഒരു ഇതൊക്കെ എങ്ങനെയുണ്ട് പൊടി, എസ്പെഷ്യലി അതിനകത്ത് ആ പൊടി ഉണ്ടല്ലോ, എൻ്റെ പൊന്നു ഒരു രക്ഷയില്ല. അസാധ്യ ടേസ്റ്റ് ആണ്, ഗംഭീര ടേസ്റ്റ് ആണ് അല്ലേ മോളെ. മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. ഒരിക്കലെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ വലിയ മിസ്സിംഗ് ആയിരിക്കും സത്യം. തീർച്ചയായിട്ടും ഗൈസ് അടിപൊളി ഫുഡായിരുന്നു. ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ ഗ്യാരണ്ടി. ക്വാണ്ടിറ്റിയും ഉണ്ടല്ലേ മോളെ നല്ല രീതിയിൽ. തീർച്ചയായിട്ടും. കാരണം ഇത്രയും ഒരു കുറച്ച് എമൗണ്ടിൽ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഒരിക്കലും വിചാരിക്കാൻ പോലും പറ്റത്തില്ല. മോൾക്ക് എങ്ങനെ തോന്നി? ആ ഒരു ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കുക്കായിരുന്നോ? ചിക്കൻ നല്ല സോഫ്റ്റ് ആണ്, നല്ല ഫ്ലഫി ആണ്, പക്ഷെ അതേസമയം ക്രിസ്പിയും ആണ്. എക്സാക്ട്ലി. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിന്റെ ആ പൊടി വേറെ ഒന്നും വേണ്ട. ചിക്കന്റെ പൊടി ആ ഒരു പൊറോട്ടയ്ക്ക് അത് മാത്രം വെച്ച് കഴിക്കാനായിട്ട് പറ്റും. പിന്നെ ലിനക്കുട്ടിക്ക് പിന്നെ മോൾക്ക് എന്താണ് തോന്നിയത്? നമ്മുടെ ആ ഒരു ബീഫൊക്കെ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ടായിരുന്നു അല്ലേ? കുക്കായിട്ടുണ്ടായിരുന്നു. കുരുമുളകും ഇതിനകത്ത് കൂട്ട് പറയാതിരിക്കാൻ ഒരു രക്ഷയില്ല. അപാര ടേസ്റ്റ് ആണ്. കൊടൂരൻ വെറൈറ്റി വേറെ പൊളി ഐറ്റം ആണ്. വേറെ ലെവൽ പൊളി ഐറ്റം ആണ്. മസ്റ്റ് ട്രൈ ആണ്. മോളുടെ ഗ്യാരണ്ടി ഉണ്ടോ? സോ ഗൈസ് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇത് ഒരു മസ്റ്റ് ട്രൈ ആണ്. ബിക്കോസ് ഇല്ലെങ്കിൽ ഒരു വൻ നഷ്ടമായിരിക്കും. നിങ്ങൾ അടിപൊളി ടേസ്റ്റ് ആണ്, പറയാതിരിക്കാൻ വയ്യ. എരിവൊക്കെ എങ്ങനെയുണ്ട് മോളെ? നല്ല സ്പൈസി ആണ്. പിന്നെ ആ ഒരു കസൂരി മെത്തിയുടെ ആ ഒരു മേത്തിയുടെ ആ ഒരു മണം കേൾക്കുമ്പോണ്ടല്ലോ എന്റെ പൊന്ന് സാറേ, സത്യം മോളെ ഇതിനു മുമ്പ് ഇതുവരെ ഇങ്ങനെ ഒരു മണമുള്ളത് കഴിച്ചിട്ടില്ല. അത്ര നല്ല മണമാണ്. അതുപോലെ മോളി പറഞ്ഞ പോലെ ആ ഒരു കുരുമുളകിന്റെയും പിന്നെ ആ ഒരു കറിവേപ്പിലയുടെ എല്ലാം ചേർന്ന് വന്നപ്പോഴത്തേക്കും ഒരു രക്ഷയിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പം എന്തായാലും ലിനയുടെ ഗ്യാരണ്ടി ഉണ്ട്. മോള് പറയുന്ന പ്രകാരം നിങ്ങളിവിടെ വന്ന് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദൂരെ നിന്നാണെങ്കിലും നിങ്ങൾ വന്നിട്ട് എന്തായാലും ഇത് പിന്നെ ഡെയിലി വന്ന് കഴിക്കുക. അത്ര ടേസ്റ്റാണ്. ഓക്കെ മോളെ, എന്തായാലും താങ്ക് യു സോ മച്ച്. എങ്ങനെയുണ്ട് റയാൻ മോനെ ട്രൈ ചെയ്ത് നോക്കിയത്? പൊളി സെറ്റ് ഐറ്റമാണ് മോനെ. എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട? പൊറോട്ടയൊക്കെ നല്ല സോഫ്റ്റ് ആണോ? ആ നല്ല ക്രിസ്പി ആണ്, സോഫ്റ്റ് ആണ്. പിന്നെ മോന് പറഞ്ഞോ മോൻ പറഞ്ഞോ. ആ ബീഫ് ഫ്രൈ പൊളിയാണ്, സൂപ്പർ ടേസ്റ്റ് ആണോ? എന്താണ് മോനെ അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട? എരിവ് കുരുമുളകൊക്കെ നന്നായിട്ട് വരുന്നുണ്ടോ ഫ്ലേവർ? കുരുമുളകിൻ്റെ ആ ചെറിയ ചെറിയ ഒരു പൊടിയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. പിന്നെ മോന് ചിക്കൻ ഫ്രൈ എങ്ങനെ ഇഷ്ടപ്പെട്ടോ? നന്നായിട്ട്
ഏറ്റവും ഇഷ്ടപ്പെട്ടത് മോന് ബീഫ് റോസ്റ്റും പൊറോട്ടയാണ്. എന്നാലും ചിക്കൻ ഫ്രൈയും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും മസ്റ്റ് ട്രൈ ഐറ്റം ആണ് അല്ലേ മോനെ? ഉറപ്പായിട്ടും മസ്റ്റ് ട്രൈ ആയിട്ട് എല്ലാവരും വന്ന് കഴിക്കണം അല്ലേ മോനെ? സാറേ സർ, പേരെന്താണ് സാറിൻ്റെ? അജിത്ത് എന്നാണ്. സാറിൻ്റെ വീട് ഇവിടെ അടുത്താണോ? പാരിപ്പള്ളിയിൽ നിന്ന് വരെയാണ്. അപ്പം പാരിപ്പള്ളിയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഈ ഫുഡ് വാങ്ങിക്കാനുള്ള എന്തായിരുന്നു സാറിന് ഒരു പ്രചോദനം? നല്ല ഫുഡാണ്. കോംബോ ഒക്കെ സാർ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്താണ് സാറിന് ആ ഒരു കോംബോ പറ്റി അഭിപ്രായം പറയാനുള്ളത്? പ്രഷർ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, ഗ്രേവി ഒക്കെ നന്നായിട്ടുണ്ട്. ടേസ്റ്റ് എങ്ങനെയുണ്ട് സാർ ഈ ചിക്കൻ്റെയും ബീഫിൻ്റെ ഒക്കെ പൊറോട്ടയൊക്കെ? നല്ല സ്മൂത്താണ്, സോഫ്റ്റ് ആണ്. കറിയും ഒക്കെ നല്ല ടേസ്റ്റ് ആണ്. ഫ്രൈ ആണെങ്കിലും റോസ്റ്റ്. അതെ, ഞാനത് സാറിനോട് ചോദിക്കാൻ വരികയായിരുന്നു. അത്രയും ഡിസ്റ്റൻസിൽ നിന്ന് ഇവിടെ വരണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ടേസ്റ്റ് ആണ്. അപ്പോൾ കാണുന്ന പ്രേക്ഷകരോട് സാർ പറയോ ഇവിടെ വന്ന് വിശ്വസിച്ച് 100% സാറിന് ഗ്യാരണ്ടി ഉണ്ട്. വിശ്വസിച്ച് വന്ന് ഓരോ വിഭവങ്ങളും നമുക്ക് വാങ്ങിക്കാവുന്നതാണ്, കോംബോ ഒക്കെ. ഓക്കെ സാർ. പേരെന്താണ്? അൽഫിദ. അപ്പോൾ മോൾ ഇവിടെ വന്നിട്ട് എപ്പോഴും ചിക്കനും പൊറോട്ടയൊക്കെ വാങ്ങിക്കാറുണ്ടോ? ബീഫ് റോസ്റ്റും ഒക്കെ. എന്താണ് മോൾക്ക് ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ്? എല്ലാം ഇഷ്ടമാണ്. ബീഫ് റോസ്റ്റ് ആണെങ്കിലും ചിക്കൻ ഫ്രൈ ആണെങ്കിലും പൊറോട്ട ആണെങ്കിലും മോൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ എന്താണ് മോൾക്ക് ഇവിടുത്തെ ഒരു ഫുഡിൻ്റെ അഭിപ്രായം പറയാനുള്ളത്? അടിപൊളിയാണോ? വേറെ ലെവലാണോ? ചിക്കൻ ഫ്രൈഡ് ഒക്കെ എന്താണ് മോൾക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്? നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടോ ചിക്കനൊക്കെ? ബീഫ് റോസ്റ്റോ? അടിപൊളി ടേസ്റ്റാണ്. നമസ്കാരം ഇക്ക. ഇക്കയുടെ പേരെന്താണ്? എൻ്റെ പേര് സിയാദ് എന്നാണ് ഇക്കയുടെ പേര്. ഇക്ക ഇപ്പൊ എത്ര വർഷമായി ഒരു പ്രവാസി തട്ടുകട ഈ ഒരു സംരംഭം തുടങ്ങിയിട്ട്? ഞാൻ കൊറോണക്ക് മുമ്പേ തുടങ്ങിയ സംഭവമാണ്. പക്ഷെ കൊറോണക്ക് മുമ്പേ തുടങ്ങിയിരുന്നെങ്കിലും കൊറോണ വന്നതിന് ശേഷമാണ് ഈ ഓഫറൊക്കെ തുടങ്ങിയത്. നേരത്തെ കട അടയ്ക്കേണ്ട ഒരു അവസ്ഥ വരും. കാരണം എന്ന് പറഞ്ഞാൽ ഈ പോലീസുകാർ 2-3 മണിക്കൂറാണ് കട ഞങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഈ ശമ്പളക്കാർക്ക് ശമ്പളം കൊടുത്ത് 3 മണിക്കൂർ കൊണ്ട് കട പൊട്ടിക്കാൻ വേണ്ടിയുള്ള പരിപാടിക്കാണ് നമ്മളിത് ഓഫർ കൊണ്ടുവന്നേക്ക. അപ്പോൾ ഈ ഞങ്ങൾ ആദ്യം തുടങ്ങുമ്പോൾ 1 കിലോ ചിക്കൻ 1 കിലോ പൊറോട്ട എന്ന് പറഞ്ഞാൽ 10 പൊറോട്ടയാണ് 210 രൂപയ്ക്കാണ് തുടങ്ങിയത്. 210 രൂപയ്ക്കാണ് ഇക്ക തുടങ്ങിയത്. ഇപ്പോഴും 350 വിറ്റിട്ട് ലാസ്റ്റ് വില കൂടിയത് കൊണ്ടാണ് 380 വിൽക്കുന്നത്. ഇനി സാധനങ്ങളുടെ വില കുറഞ്ഞാൽ ഇനിയും വില കുറയ്ക്കും തീർച്ചയായിട്ടും. അത് മാത്രമല്ല ചൂട് പൊറോട്ടയും 1 കിലോ ചിക്കനുമാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതിനോട് ചമ്മന്തി കൊടുക്കുന്നത്, ഗ്രേവി കൊടുക്കുന്നു, സലാഡ് ഉണ്ട്, ഉള്ളി കൊടുക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരു കുടുംബത്തിന് 1/2 കിലോ ചിക്കൻ മേടിച്ചാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു കഴിക്കാം. നന്നായിട്ട് നമുക്ക് കുശാലായിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. 1/2 കിലോ ചിക്കൻ 1/2 കിലോ പൊറോട്ടയാണ് നമ്മൾ കൊടുക്കുന്നത്. അതെ ഇക്ക ഈ പറഞ്ഞ പോലെ ഒരിക്കലും പക്ഷേ ഈ റേറ്റ് കൂടുതലല്ലേ ഇക്ക? കാരണം ഇപ്പോഴത്തെ ഈ ഒരു വിലക്കയറ്റത്തിന്റെ സമയത്ത് ഇത്രയും മിതമായിട്ടുള്ള വിലയിൽ നമുക്ക് ഇത്ര കോംബോ ഒക്കെ കൊടുക്കുന്നത് അത് തീർച്ചയായിട്ടും ഇക്കയുടെയും ഇത്തയുടെയും വലിയ മനസ്സ് തന്നെയാണ്. പിന്നെ നമ്മളെ ജോലിക്കാരുടെ ഒരു മനസ്സ്. അതെ തീർച്ചയായിട്ടും. ജോലിക്കാരെന്ന് പറഞ്ഞാൽ 7 വർഷം കൊണ്ട് നിൽക്കുകയാണ്. 7 കൊല്ലമായിട്ടുള്ള ജോലിക്കാരാണ്. ഈ ജോലിക്കാരെന്ന് പറഞ്ഞാൽ അന്യ ആൾക്കാരല്ല. അതെ ഇക്ക തീർച്ചയായിട്ടും. അംഗമാണ്. തീർച്ചയായിട്ടും എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും അവർക്കും നമ്മൾ കൊടുത്തിട്ട് നമ്മൾ കഴിക്കുന്നത്. അവരും നമ്മളോട് അതുപോലെയാണ് കാണുന്നത്. അതെ തിരിച്ചും അവരും നല്ലപോലെ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അതെ തിരിച്ചും സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ വൈകിട്ടേ ഉള്ളൂ, രാവിലെ ഒന്നുമില്ല. ഒരു 10-11 മണിയാകുമ്പോൾ ഓഫർ കഴിയും. പിന്നെ 1-1.5 മണി വരെ അല്ലാതെ സാധാ കച്ചവടമാണ്. പിന്നെ നമുക്ക് ദോശ ഉണ്ടായിരുന്നു. ഇപ്പൊ ദോശ കൊടുക്കാനുള്ള സമയം കിട്ടുന്നില്ല. ഈ പൊറോട്ടയുടെ ഓഫർ ആയതുകൊണ്ട് ദോശ കൊടുക്കാനുള്ള സമയം കിട്ടും. അതിലൊരു ചെറിയ വിഷമമുണ്ട്. അത് പരിഗണിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കടയിൽ കൂടാതെ ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. എന്താണ് പൊതികളെന്ന് പറഞ്ഞാൽ വിശന്നവർക്ക് ആഹാരം കൊടുക്കുന്നു. നമ്മളെ കട ഒരു ദിവസം ലീവാണെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ വിഷമം കച്ചവടത്തിന്റെ അല്ല, വിശന്നവർക്ക് കുറച്ച് ആൾക്കാർക്ക് ആഹാരം കൊടുക്കുക. അവർ സ്ഥിരം വരുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇക്കയുടെയും ഇത്തയുടെയും ആ ഒരു വലിയ മനസ്സ്. കാരണം ഇതൊരു സമൂഹത്തിനൊരു സേവനമായിട്ടും കൂടെ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. കച്ചവടം എന്ന് പറഞ്ഞാൽ ആഹാരം കഴിക്കുമ്പോഴേ ഒരു തൃപ്തി വരണം. സത്യം. പൈസ കൊടുത്ത് കഴിച്ചാൽ മാത്രം അത് പോരാ. അതെ ആഹാരം കഴിക്കുമ്പോൾ മനസ്സിന്റെ അതൊരു തൃപ്തി വരണം. സത്യം തീർച്ചയായിട്ടും. നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാതെ വലയുന്ന എത്രയോ പേരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു ഭക്ഷണം ലീവ് വന്നാലുള്ള വിഷമം എന്ന് പറഞ്ഞാൽ കച്ചവടം പോണേക്കാട്ടി വിഷമം എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർക്ക് ഫുഡ് മേടിക്കുന്നുള്ള ആത്മാർത്ഥമായിട്ട് ഇക്കയുടെ വിഷമം അതാണ്. അവര് പോയി എവിടെ ഫുഡ് കഴിക്കുന്നുള്ളത്. വിദേശത്ത് എയർപോർട്ടിൽ ജോലിയായിരുന്നു. എത്ര വർഷം ഇക്ക ഉണ്ടായിരുന്നു എയർപോർട്ടിൽ? 12 വർഷം എയർപോർട്ട് എംപ്ലോയി ആയിരുന്നു. അവിടെ ആയിരുന്നു. അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിലെ സ്റ്റാഫായിരുന്നു ഇക്ക. അത് കഴിഞ്ഞ ശേഷമാണ് ഈ സംരംഭം തുടങ്ങിയത്. പിന്നെയാണ് ഇക്ക ഈ സംരംഭം തുടങ്ങിയത്. ചൂടായിട്ട് അന്നേരമുള്ള ഫുഡാണ്. ഇക്ക ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നേരത്തെ ഇക്ക പറഞ്ഞതും ഒക്കെ നമ്മുടെ സമൂഹത്തിലെ ഓരോ ആൾക്കാർക്കും ഒരു പ്രചോദനമായിട്ട് തീരുന്നതാണ്. എല്ലാവരും ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സ്ഥാപനമൊക്കെ ഉണ്ടെങ്കിൽ ഇക്കയെ പോലെ നിങ്ങളും ചിന്തിച്ചിട്ട് മറ്റുള്ളവരുടെ പ്രയാസങ്ങളും മനസ്സിലാക്കി കൂടെ നിന്നാൽ മാത്രമേ നമുക്കൊരു സമൂഹം എന്ന നിലയിൽ വളർന്ന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും
1 കിലോ ചിക്കൻ എന്ന് പറഞ്ഞാൽ 10 പൊറോട്ടയാണ്. എല്ലായിടത്തും 1 കിലോ ചിക്കൻ 400 രൂപ വിലയാണ്. 400 രൂപ. അതെ, 380 രൂപയ്ക്ക് 10 പൊറോട്ടയും കൊടുത്ത് ഗ്രേവിയും കൊടുത്ത് ചമ്മന്തിയും കൊടുത്ത് സലാഡും കൊടുത്താണ് കൊടുക്കുന്നത്. ചമ്മന്തിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ചമ്മന്തിക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഫ്രീയായിട്ടാണ് കൊടുക്കുന്നത്. അത്രയും ടേസ്റ്റ് ആണ്. തേങ്ങ 65-70 രൂപ വരെ വന്നിട്ട് പോലും കൊടുക്കും. തേങ്ങ 35 രൂപ കിടന്ന തേങ്ങ. സവാള 16 രൂപ 17 രൂപ കിടന്ന സവാള ഇന്നത്തെ മാർക്കറ്റ് 65 രൂപ ഉണ്ട്. 65 രൂപ. അതേ ക്വാളിറ്റി തന്നെ നമ്മൾ കൊടുക്കും. ക്വാളിറ്റി മെയിൻ. അത് ഞാൻ കണ്ടിരിക്കുക. കാരണം നേരത്തെ ഇത്താൻ ഞാൻ കിച്ചണിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പം എല്ലാ വിഭവങ്ങളും ആണ് വളരെ ഫ്രഷ് ആയിട്ട് ലൈവായിട്ടും എല്ലാം നമ്മൾ ചേരുവകളാണെങ്കിലും യാതൊരു പ്രിസർവേറ്റീവും ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത്. ഇദ്ദേഹമാണ് നമ്മളെ പൊറോട്ട മാസ്റ്റർ. ഓ, നമ്മളെ 7 വർഷം കൊണ്ടുള്ള ആളാണ്. ഓ, നമ്മളൊരു സുഹൃത്തും കുടുംബത്തിലെ അംഗമാണ്. ഓ, പേരെന്താണ് ഇക്ക? ആലം. നമസ്കാരം ആലം. സന്തോഷം പരിചയപ്പെടാൻ പറ്റിയില്ല. പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ ഇക്ക? ഓ, പേര്? ഓ, ഇത്തേനെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് അദ്ദേഹമാണ്. ഹെൽപ്പ് ചെയ്യുന്നത്. പേരെന്താണ് ഇത്ത? ബച്ചു ആരോ. ഓ, ശരി. എന്തായാലും നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തന സമയം എങ്ങനെയാണ്? കടയുടെ പ്രവർത്തന സമയം നമ്മൾ ഉച്ചയ്ക്ക് ജോലിക്കാർ വരുമെങ്കിലും നമ്മൾ സാധനങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ ശനി ഞായർ ദിവസങ്ങളിൽ 4:30 മണിയും ബാക്കിയുള്ള സമയങ്ങൾ 5 മണിയാണ്. 5 മണിയാണ്. ബാക്കിയുള്ള ടൈമും നമ്മുടെ ഈ കോംബോ എപ്പോ വന്നാലും കിട്ടും? കോംബോ എന്തായാലും ഒരു 5 മണിയാവും. എല്ലാം റെഡി ആകുമ്പോൾ 5 മണിയാവും. എല്ലാം റെഡി ആകുമ്പോൾ 5 മണിയാവും. ഉള്ള ദിവസമൊക്കെ ഒരു ബർത്ത്ഡേയാ ഒരു എന്തെങ്കിലുമൊക്കെ കാണും. എല്ലാ ദിവസവും കാണും. അപ്പോൾ അതുകൊണ്ട് ചിന്നേരത്തേക്ക് കാണും. പിന്നെ വൈഫാണ് കറി വയ്ക്കുന്നത്. പിന്നെ നമ്മളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഒക്കെ ഞങ്ങൾ തന്നെ. അതെ, അതെ. യാതൊരു പ്രിസർവേറ്റീവും ചേർക്കാതെ വീട്ടിൽ തയ്യാറാക്കുന്നതാണ്, പൊടിച്ച് തയ്യാറാക്കുന്നതാണ്. അതൊരു വെറൈറ്റി ആണ്. ഞങ്ങള് കിഴങ്ങ് കുറുമായാലും കിഴങ്ങ് കുറുമ കുരുമുളകിലാണ് ചെയ്യുന്നത്. ഓ, ശരി. മാത്രമല്ല കുരുമുളക് മാത്രമല്ല കുരുമുളകും പിന്നെ നമ്മൾ തേങ്ങ ഒക്കെ വറുത്തിട്ടാണ് ചെയ്യുന്നത്. വറുത്തിട്ടാണല്ലേ ചെയ്യുന്നത്? തേങ്ങ വറുത്തിട്ടാണ് ചെയ്യുന്നത്. കുരുമുളകായാലും കടലക്കുറുമായാലും നമ്മൾ 30 രൂപ കൊടുത്തൊരു സാധനം മേടിച്ചതിന്റെ ഒരു ഇത് വരണം. ഓ, അത്രയും ആ ഒരു ക്വാളിറ്റി നമുക്ക് ഉണ്ടാവണം എന്നാണ്. അപ്പോൾ കിഴങ്ങായാലും കടലയായാലും അത് ബീഫ് കറി, ബീഫ് റോസ്റ്റ് ആണെങ്കിലും എല്ലാം നമ്മൾ കഴിച്ചെന്നൊരു ആൾക്കാർക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. അതെ, നമ്മൾ വീട്ടിൽ കഴിക്കുന്ന പോലെ അതേ ഒരു അവരെ കാശ് മേടിച്ചിട്ടാണ്. അപ്പോൾ അതിനുള്ള അവർക്കുള്ള ഫുഡ് കൊടുക്കണം. അവർക്കൊരു മനസ്സിന് വിഷമം ഉണ്ടാവില്ല. അതെ, എല്ലാവരുടെയും ഞാൻ പറയും, എന്തെങ്കിലും നമ്മുടെ ഫുഡിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. പറഞ്ഞെങ്കിലേ നമുക്ക് തിരുത്താവും. അതെ, തീർച്ചയായിട്ടും. വേറുള്ള ആൾക്കാരെ പോലെ നമ്മൾ എന്തെങ്കിലും കംപ്ലൈന്റ് പറയുമ്പോൾ ഒരു വിഷമം കണക്ക് തോന്നരുത്. അതെ, കാരണം എന്ന് പറഞ്ഞാൽ ഏത് കംപ്ലൈന്റ് നമ്മൾ ഏറ്റെടുത്തിട്ട് ആ കംപ്ലൈന്റ് എന്താ ബുദ്ധിമുട്ടുള്ളത് മാറ്റി കൊടുക്കണം. കച്ചവടക്കാർ സത്യം. അത് ഇക്കേ പോലെ ചിന്തിക്കുന്ന ആൾക്കാർ വളരെ വിരളമാണ് ഈ കാലത്ത്. അപ്പോൾ അങ്ങനെ ഇങ്ങനെയുള്ളൊരു കാലത്ത് ഇക്കേ പോലെ ചിന്തിക്കുന്ന ആ ഒരു ചിന്താഗതിയുള്ള ആളുകൾ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ സമൂഹം എപ്പോഴേ നന്നായി പോയേനെ. ഉറപ്പായിട്ടും തിരുത്തിയിട്ട് അത് തന്നെയാണ് ഇക്കയുടെയും ഇത്തയുടെയും ഈ ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയൊരു വിജയം. അതെ, അതിനുശേഷമാണ് വൈഫ് തന്നെ ഇറങ്ങിയത്. വെക്കെടുക്കുക. എല്ലാവരും ഒരു കുടുംബം പോലെയാണ്, സ്നേഹത്തോടു കൂടി മുന്നോട്ട് ഒരുമിച്ച്. അതെ, ഓ, സ്റ്റാഫാണ്. ഓ, നമസ്കാരം അലി. എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റിയാൽ എന്തായാലും വളരെ സന്തോഷം സർ. എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറയാൻ പറ്റുന്ന 7 മണി കഴിഞ്ഞാൽ തിരക്ക് കൂടുതൽ. ഇപ്പോ സമയമായിട്ടില്ല, വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇക്കയ്ക്ക് ആ ഒരു സംസാരിക്കാനുള്ള സമയം കിട്ടി. ഓ, ഇപ്പോൾ സമയം കൃത്യം വൈകുന്നേരം 6 മണിയായി. എന്നാൽ പോലും ദൂരെ എന്നുള്ള ആളുകൾ ഒരുപാടധികം പാഴ്സൽ വാങ്ങിക്കൊണ്ട് പോകുന്ന കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടുത്തെ ഫുഡിൻ്റെ ആ ഒരു ടേസ്റ്റ്. ഒരാളും കൂടെ ഉണ്ടല്ലേ? മൊത്തം 4 പേരാണ്. മൊത്തം 4 സ്റ്റാഫാണ്. ഇപ്പം 3 പേരെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. പേര് 4ാമത്തെ ആള് നൂറ് എന്നാണ്. എത്ര വർഷമായി നൂറ് ഇപ്പോൾ ഇവിടെ? 2-3 വർഷമായി അല്ലേ ഇക്ക? ഓ, അവര് നേരത്തെ തൊട്ടുണ്ടല്ലേ ഇക്ക? 6-7 വർഷമായിട്ട്. ഇത് ഓ ഓ പച്ചു അല്ലേ ഇക്ക? ഓ, ശരി ഇക്ക. അതെ, അതെ ഇക്ക. അതെ, ഇക്കയുടെയും ഇത്തയുടെയും അജ്മലിൻ്റെയും പിന്നെ ഇവിടെ നിൽക്കുന്ന ഓരോ സ്റ്റാഫുകളുടെയും ആത്മാർത്ഥമായിട്ടുള്ളൊരു കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഈ ഒരു സ്ഥാപനം ഇത്ര നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇക്കയുടെയും അജ്മലിൻ്റെയും എല്ലാ സ്റ്റാഫുകളുടെയും ഈ ഒരു സ്ഥാപനം ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ.
വലിയൊരു വിജയമായിട്ട് തീരട്ടെ. അടുത്തടുത്ത ദൂരെ എന്നൊക്കെ ജില്ലയിലെ ആളുകൾ അറിഞ്ഞു വരട്ടെ. വലിയൊരു വിജയമായിട്ട് തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. ഗോഡ് ബ്ലസ്. താങ്ക് യു സോ മച്ച് ഇത്ത അജ്മലെ, എല്ലാ സ്റ്റാഫിനും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തുടർന്നുള്ള അടിപൊളി വീഡിയോസൊക്കെ കാണണ്ടേ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടി, അടിപൊളിയായിട്ടുള്ളൊരു ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, ഒരുപാട് ഇഷ്ടപ്പെട്ടു. പൊറോട്ട ആണെങ്കിലും ബീഫ് റോസ്റ്റ് ആണെങ്കിലും ചിക്കൻ ഫ്രൈ ആണെങ്കിലും വേറെ ലെവലാണ്, മസ്റ്റ് ഫ്രൈ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വന്നിട്ട് ഇവിടുത്തെ ഈ കിടിലൻ കോംബോ ഒക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എൻ്റെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ അല്ലെങ്കിൽ ഫുഡ് സ്പോട്ടുമായിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. സ്റ്റേ ട്യൂൺ ഫോർ മോർ. ബൈ.